ഇതാണ് ഗോഡുവിൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു വീടാണിത്. അപ്പോൾ മിക്ക ആഘോഷങ്ങളിലും എല്ലാവരും ഇവിടെ ഒത്തുചേരാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഈസ്റ്റർ ആയതുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അമ്മയും ഞാനും ഗോഡും അപ്പയായിട്ട് മണ്ണൂത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അവിടെ ഇപ്പോൾ അമ്മയുടെ അനിയനും ഫാമിലിയാണ് താമസിക്കുന്നത്. അമ്മാമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ആദ്യം കാണുന്ന 2 പേരുണ്ട്, സന, ഇത് സ്നേഹിൻ, ഇത് അച്ചാച്ചൻ്റെ മക്കളാണ്. നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്നതാണ് അച്ചാച്ചനെ അമ്മാമ്മ. ഹാപ്പി ഈസ്റ്റർ. ഈ കാണുന്ന ട്രോഫീസും മെഡൽസും ഒക്കെ വാങ്ങിയത് സനയും സ്നേഹിനും കൂടിയിട്ടാണ്. അവർ നന്നായിട്ട് പാട്ടുപാടിയും ക്വിസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ സ്പോർട്സിനും ഒക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ. ഞങ്ങൾ വന്നുടനെ തന്നെ അമ്മമ്മ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ അനിയത്തിയും ഫാമിലിയും വരുന്നത്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റൂവും ബ്രെഡും ആണ്. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അത് കഴിക്കാൻ പോവാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഷൈൻ ആൻറ്റി വരുന്നത്. ഹലോ, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. Hi man. Yes, happy Easter. ഹാപ്പി ഈസ്റ്റർ. എന്താടാ പോവാണ ഞാനും സനയും കൂടെ മാങ്ങ എടുക്കാൻ പോവുകയാണ് ഗൈസ്. മാങ്ങ പറക്കി എടുക്കാൻ പോവുക. മാങ്ങ എവിടെ മാങ്ങയൊക്കെ പറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പറമ്പിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നു. അപ്പം ഒരുപാട് ചക്കയൊക്കെ നിൽക്കുന്നത് കണ്ടു. മുകളിലോട്ടാണ് ഒത്തിരിയും ചക്ക നിൽക്കുന്നത്. നല്ല ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മാങ്ങയൊക്കെ പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പഴുത്തത് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പറമ്പ്. ഞാൻ ഇതിൻ്റെ നല്ലൊരു വ്യൂ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞെടുക്കരുത്. അപ്പോഴാണ് ഞാൻ അവിടുന്ന് കുറച്ച് ആൾക്കാർ പറമ്പിലോട്ട് വരുന്നത് കണ്ടത്. വേറെ ആരുമല്ല, ഞങ്ങൾ വന്ന പുറകെ അമ്മയും ഷൈനാൻ്റിയും നിതിനും നിവിനും ഒക്കെ ഉണ്ടായിരുന്നു. ഷൈനാൻ്റിയുടെ മക്കളാട്ടോ നിതിനും നിവിനും. പിന്നീട് തൊട്ട് പുറകെ ഡേവിസ് അങ്കിൾ വന്നു. ഇത് ഷൈനാൻ്റിയുടെ ഹസ്ബൻഡാണ് ഡേവിസ് അങ്കിൾ. പിന്നെ സ്നേഹിൻ വന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പിന്നെ റോഡിലോട്ട് ഇറങ്ങി. പറമ്പിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഒരു കോഴി ഫാമൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അപ്പുറത്തുള്ള കോഴിയൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കോഴി ഫാമിലെ വോയിസ് ഓവർ ഞാൻ എന്താ ഇങ്ങനെ ത്രൂ ഔട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ പറയുന്നത് അത്ര ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ വോയിസ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടണില്ല എന്ന്. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു പറമ്പിൽ നോക്കിയപ്പോൾ ഒത്തിരി ചക്ക നിൽക്കണ കണ്ടു. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു പോകായിരുന്നു. അങ്ങനെ വഴി കൂടെ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു പോകാൻ നേരത്തേക്കാണെങ്കിൽ ഒരു വീട്ടിലും അവൻ്റെ ഇങ്ങനെ മുറിച്ച് കളയണ ആ ഒരു ഭാഗമില്ലേ കൊമ്പ്, ആ ഭാഗത്ത് ഇങ്ങനെ മാങ്ങ പിടിച്ച് കിടക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ എന്നോട് ഷൈനാൻ്റിൻ്റെ ദിവസങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെടുക്ക് നല്ല ഭംഗിയുണ്ട് എന്ന്. അപ്പം ഞാൻ അതിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് സൂം ചെയ്യാണ് കേട്ടോ. അങ്ങനെ വെറുതെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ, 5-10 മിനിറ്റുള്ളൂ നടന്നു വരാനായിട്ട് പള്ളിയിൽ. ഇവിടാണ് എൻ്റെയും കൂടുതൻ്റെയും കല്യാണം നടന്നത്. അപ്പോൾ വെറുതെ ഈ വശത്തേക്ക് നമ്മൾ വന്നു. അവിടെ ബാക്കിൽ അമ്മയൊക്കെ എന്ന് വർത്താനം പറയാണ് ഷൈനാൻ്റിൻ്റെ ദിവസങ്ങൾ സനയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, തിരിച്ച് നടന്നു. ഇനി പോകുന്നത് ഷൈനാൻ്റിയുടെ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിലോട്ടാണ്. നേരത്തെ ഞാൻ ഒരു ചക്ക കാണിച്ചു തന്നില്ലേ, എനിക്ക് ഒരു ചക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ ഡേവിസ് അങ്കിൾ
അവിടെയുള്ള ഷൈനാൻ്റിയുടെ സ്റ്റുഡൻറ്റ് ജോർജ് എന്നാ പേര്, പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചക്ക ഇടാനായിട്ട് പോകുക. ഇവിടെയും ചക്കയൊക്കെ നല്ല വലിപ്പമുണ്ട്, എന്നാൽ നല്ലതൊക്കെ അങ്ങ് മുകളിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ഉള്ള തോട്ടയൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അതിങ്ങനെ ഇടാനായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. ചക്ക ഇത്രയും വലിപ്പമുള്ളതുകൊണ്ടേ അത് കൊണ്ടുപോകാനായിട്ട് സ്നേഹം വരാണ് സ്കൂട്ടറിൽ. താങ്ക് യു. ടാറ്റാ. ഇത് ഷാജോ ചച്ചൻ്റെ വൈഫ് സിമി ആൻറ്റി ഉണ്ടാക്കിയ ചിക്കൻ കൊണ്ടാട്ടമാണ്. നല്ല ടേസ്റ്റായിരുന്നു. അമ്മ ഉണ്ടാക്കിയ മീൻകറി അതും അടിപൊളിയായിരുന്നു. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഗൈസ്. നിവിനും സനയായിട്ട് ചിക്കൻകാല് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നേ. ഇത് കഴിഞ്ഞ് സ്നേഹിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ളത് ബിരിയാണി ആയിരുന്നു. ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ കൊണ്ടാട്ടം, ഫിഷ് കറി, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞ പാടെ ഞങ്ങൾ വിശക്കുന്നവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കഴിക്കാനായിട്ടിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഞാൻ കഴിച്ചു കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിമി ആൻറ്റി വന്നത്. സിമി ആൻറ്റി നേഴ്സാണ്. അപ്പോൾ ഇന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് വരാം. എൻ്റെ യൂട്യൂബിൽ നിന്ന് സിമി ആൻറ്റി. വീട്ടുകാരൊന്നും അറിയാതെ ഞാനും ഗോഡും നിവിനും സനയായിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോവാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇതുപോലും അറിയുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം വെച്ചാൽ ഞങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇത് ഞങ്ങൾ കഴിച്ചു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അരുണിൻ്റെ ഐസ്ക്രീമില്ലേ അവിടെ പോയി. അവിടെ ചെന്നിട്ട് അവിടെ ഞങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷനായിപ്പോയി, ഇപ്പോൾ ഏതാ എടുക്കുക അതൊക്കെ. എന്നാലും ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുൽഫി എടുത്തു, കോൺ എടുത്തു, അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും കാറിൽ കയറി ഞങ്ങൾ 4 പേരും കൂടെ ഒരുപാട് ഐസ്ക്രീം വീട്ടുകാരറിയാതെ ആർക്കും കൊടുക്കാതെ കഴിച്ചു ഗൈസ്. എന്നിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് കഴിച്ചിട്ടേ അവസാനം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. നല്ല രസമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് ഉനോ കളിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടെ പുറത്തു വന്നു. നിതിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ചിക്കൻ ഗ്രില്ല് ചെയ്യണമെന്ന്. അപ്പോൾ അവൻ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിവിനൊക്കെ ആയി നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഹെൽപ്പേഴ്സായിട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും നിവിനും തന്നെയാണ് കൂടുതലും ഇതിൻ്റെ എല്ലാ പണികളും എടുത്തത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൈയൊക്കെ ഒരുപാട് പൊള്ളിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കനലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തീ കത്താൻ വേണ്ടി ഗോഡു, നിവിൻ, സ്നേഹിൻ, സന, ഡേവിസ് അങ്കിൾ ഇവരൊക്കെ വന്നിതിങ്ങനെ നന്നായിട്ട് വീശിയിട്ട് തീയൊക്കെ നല്ലപോലെ വരുത്തി കനലൊക്കെ ഉണ്ടാക്കുന്ന ഒരു തത്രപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് മയണൈസൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു എല്ലാം. അങ്ങനത്തെ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പോൾ ഈ ഗ്രില്ലിനകത്തോട്ട് എടുത്ത് വെക്കും. ഇപ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട്. അപ്പോൾ ടോർച്ചൊക്കെ അടിച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്തത് സനയും സ്നേഹിനും ഒക്കെയാണ്. പിന്നെ ചിക്കനൊക്കെ പ്രോപ്പറായിട്ട് ഇതിനകത്തോട്ട് വെക്കാനൊക്കെ ഷൈനാൻ്റിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇത് കറക്റ്റ് ടൈമൊക്കെ നോക്കി കുക്കൊക്കെ ചെയ്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു സൈഡ് നല്ലപോലെ കുക്കായതിന് ശേഷം അവരിങ്ങനെ അത് തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം ബട്ടറും പിന്നീട് മസാലയോ അങ്ങനെ എന്തോ ഉണ്ട് അതൊക്കെ അവരിങ്ങനെ പ്രോപ്പറായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ സന ഇങ്ങനെ ലൈറ്റൊക്കെ കറക്റ്റായിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തരുമായിരുന്നു വീഡിയോസൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പം നിവിനും കൂടി ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കുക്ക്ഡ് ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു ഇത് കഴിക്കാനായിട്ട്. സത്യത്തിൽ പല പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. 2-3-4 ട്രിപ്പെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഗ്രിൽഡാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ. പിന്നെ സ്നേഹനാണെങ്കിൽ ഇപ്പോൾ ബട്ടറൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കനൽ കുറച്ചുകൂടി വേണം എന്ന് തോന്നിയിട്ട് അവർ തന്നെ വീണ്ടും ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർക്കോളൊക്കെ ഇട്ട് കൊടുത്ത് ചിരട്ടയൊക്കെ വെച്ചിട്ട് കത്തിക്കും കേട്ടോ പ്രോപ്പറായിട്ട്. എന്നിട്ട് വീണ്ടും കനലൊക്കെ സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ട്രിപ്പ് ചിക്കൻ വീണ്ടും ഇട്ടിട്ടുണ്ട് ഗ്രിൽഡ് ആക്കാനായിട്ട്. അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്നിരുന്നു. ഇവിടെ വർത്താനം പറച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുകയായിരുന്നു. കാരണം റോഡ് സൈഡിലല്ലേ വീട്, വണ്ടിയുടെയൊക്കെ സൗണ്ടായിട്ട് അവരുടെ സംസാരിക്കുന്നതിൻ്റെ വോയിസ് ഒന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മളെല്ലാവരും കണ്ടില്ലേ ചിക്കൻ ഇരുന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ തൊട്ട് ബാക്കി സാധനം നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ നേരം അവൾക്ക് മാത്രം കൊടുത്തില്ല, ഒരു സ്പേസും കൊടുത്തിട്ടില്ല. പാവം കുറേ നേരം നോക്കി നിൽക്കുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെപ്പറേറ്റ് നമ്മൾ പ്ലേറ്റെല്ലാം എടുത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഓരോ പ്ലേറ്റൊക്കെ കൊടുത്ത് നമ്മളെല്ലാം ഒത്തുചേർന്നിട്ട് പിന്നെ കഴിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ചിക്കൻ ഇങ്ങനെ സൈഡിൽ കൂടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ നല്ലൊരു വൈബിൽ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. അപ്പം പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു തിരക്കിലായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയൊരു പ്ലേറ്റൊക്കെ എടുത്ത് സൈഡിൽ പോയി എൻ്റെ ഷെയറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഞാൻ പോയിരുന്ന് കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. ഒത്തിരി ചിരിച്ചു, എല്ലാവരോടും ഒത്തൊരുമിച്ചിരുന്നു. അപ്പം നമ്മൾ ബ്ലെസനെ ഒരുപാട് മിസ് ചെയ്തു. ബ്ലെസൻ ഗോഡുവിൻ്റെ അനിയനാണ്, അവൻ നാട്ടിലില്ല, ന്യൂസിലൻഡിലാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും അവൻ കാണുമ്പോൾ നല്ലൊരു മിസ്സിങ് ഉണ്ടാവും. പിന്നെ നമ്മളിവിടുന്ന് കുറേ നേരം കഴിഞ്ഞു വീട്ടിലോട്ട് പോകാൻ നേരം ഒത്തിരി ലേറ്റായി. എല്ലാവരുമായിട്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവും. പക്ഷെ നല്ല രസമായിരുന്നു. എല്ലാവരോടും ബായൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോയി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.